ജോർജിയ ട്രാവൽ സീരീസിലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജിൻവാലി റിസർവോയറും അനനൂരി ഫോർട്ടസും ആയിരുന്നു. ഇത് രണ്ടും നമ്മൾ തിബിലിസിയിൽ നിന്ന് കസ്ബഗിയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഗുദൗരിയാണ്. അവിടേക്ക് ഉള്ള യാത്രാവിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിബിലിസിൽ നിന്ന് ഒരു 9 മണിയോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനനൂരി ഫോർട്ടസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് നമുക്ക് ശരിക്കും തിബിലിസിയിലും കുട്ടൈസിലും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കസ്ബഗിയിൽ എത്തിയതിനു ശേഷമാണ് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ഐറ്റമാണ് കച്ചാപ്പൂരി എന്ന് പറയുന്നത്. ആ സംഭവം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. മൊത്തം പച്ചപ്പിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു പെട്ടെന്ന് കണ്ടാൽ തന്നെ കയറാൻ തോന്നുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പോരാത്തന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി. കൗണ്ടറിൽ നിങ്ങൾ തന്നെ സെർവ് ചെയ്തോ എന്ന മട്ടിലായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ലിക്കർ, ചാച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല വൈബുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇവിടുത്തെ മിക്കവാറുള്ള ബിൽഡിങ്ങിലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതരം ഡെക്കറേഷനൊക്കെയാണ് ആൻറ്റിക് സ്റ്റൈലിലൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും സമയം അങ്ങനെ വെയിറ്റ് ചെയ്തതായ പോലെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കച്ചാപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പേഴ്സണലി ഞങ്ങൾക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ടും ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീസ് നിറച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടുത്തെ ചീസ് എന്ന് വെച്ചാൽ കുറച്ച് സോൾട്ടി ആയിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ഹെവിയുമാണ്. അപ്പോൾ ഇതിനോടൊപ്പം അഡീഷണൽ ഫുഡൊക്കെ നമ്മൾ വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമുക്കത് കഴിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ കുറച്ച് പിന്നെ പാഴ്സൽ ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കബാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു. കച്ചാപ്പൂരി പിന്നെ ഒരു പ്രാവശ്യം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓക്കെ. ഇങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങാണ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്കും ഭംഗിയാ. ആ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മുഴുവൻ പച്ചപ്പാണ്. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു നദി കാണാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള നദിയാണ്. കുറച്ചുകൂടി പോകുമ്പോഴത്തേക്ക് 2 നദികൾ വന്ന് ജോയിൻ്റ് ആയിട്ട് അത് രണ്ട് കളറിലാണ്. ഒരിടത്ത് ഒരു വൈറ്റ് കളർ, ഒരു സൈഡിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറിലുള്ള നദികൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ റാഫ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് നിർത്തിയിട്ട് അതൊക്കെ ട്രൈ ചെയ്യാം. പാക്കേജൊക്കെ എടുത്ത് വരുന്നവർക്ക് മിക്കവാറും റാഫ്റ്റിംഗ് ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരത് അവിടെ നിർത്തി തരുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നേരെ ഗുദൗരിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇതുവരെ കണ്ടതൊന്നും പ്രകൃതി സൗന്ദര്യമല്ല, ഇനി അങ്ങോട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ ഏത് സീസണിൽ വരുവാണെങ്കിലും കസ്ബഗിക്ക് പോവുകയാണെങ്കിലും വിൻ്റർ ക്ലോത്ത് മസ്റ്റാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടേക്ക് എത്തുമ്പോഴേക്കും. പിന്നെ ജോർജിയയിലെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേ ആപ്പിൾ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കുറേ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആപ്പിൾ തോട്ടം ഇതുവരെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സെൽഫ് ഡ്രൈവ് ചെയ്യുന്നവർക്കുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിർത്തണമെന്ന് തോന്നിയാലും നമുക്ക് സ്പോട്ടിൽ നിർത്തിയിട്ട് അവിടെ ഒക്കെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതൊരു ഉപകാരത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ട് അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്കും 30 കിലോമീറ്ററാണ് ഗുദൗരിക്ക് കാണിക്കുന്നതെങ്കിലും ഏകദേശം 1 മണിക്കൂറോളം സമയവും കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പതുക്കെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പൊക്കോണ്ടിരിക്കുന്നത്. തിബിലിസിയിൽ നിന്ന് കസ്ബഗിക്ക് 3.5-4 മണിക്കൂറാണ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ വ്യൂ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടു പോകുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഡേ തന്നെ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഈവനിങ്ങോടുകൂടി തന്നെ കസ്ബഗിയിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങോട്ട് ഫുള്ള് മലനിരകളാണ്. അതും ഇങ്ങനെ പല പല ഷെയ്ഡിലൊക്കെയാണ്. ആ പച്ചയുടെ തന്നെ പല വേരിയേഷൻസ് നമുക്ക് ആ മലയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ പുറം കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ആപ്പിൾ തോട്ടം കണ്ടുപിടിച്ച് പതുക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സുന്ദരമായ സംഭവമൊന്നുമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു മഞ്ഞൊക്കെ വീണിട്ട് ഇങ്ങനെ ആകെ ചെളിയും, പിന്നെ ഇവിടെ വിളവെടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ആപ്പിളൊക്കെ ഇങ്ങനെ താഴെ വീണ് അഴുകിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടിട്ട് അപ്പം യാത്ര കണ്ടിന്യൂ ചെയ്യാനുണ്ടായേ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗുദൗരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഹോട്ടലുകളും കോട്ടേജുകളും ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഇന്നത്തെ ട്രാവൽ അവസാനിക്കുന്നത് കസ്ബഗിയിലാണ്. അവിടെയാണ് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടേജ് കയറിയിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയക്ക് അത്യാവശ്യം നല്ല ഹൈ റേഞ്ചും ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രക്കുകൾ മുന്നിൽ പെടുകയാണെങ്കിൽ നമുക്ക് വളരെ പതുക്കെ മാത്രമേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം മൗണ്ടെയിനിലൊക്കെ നല്ല മഞ്ഞൊക്കെ വീഴുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോട്ടേജാണ് നമ്മളൊന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നത്.
കോട്ടേജിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു വരാന്ത പോലെ തുണിയൊക്കെ ഉണക്കാനുള്ള ഭാഗവും പിന്നെ കുറച്ച് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് വരുമ്പം ഇതൊരു ഹോളാണ്. ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു സോഫ ഏരിയയും ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ബെഡ്റൂം വരുന്നത്. ഇത് ശരിക്കും ഒരു കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു റൂമാണെന്ന് വേണമെങ്കിൽ പറയാം. 2 ബങ്ക് ബെഡാണ് ഇട്ടിരിക്കുന്നത്, 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടേക്ക് വാഷ്റൂം വരുന്നുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ഏരിയയും വരുന്നുണ്ട്. ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് 2 എക്സ്ട്രാ റൂം വരുന്നത്. മുകളിലുള്ളത് 2ഉം ഡബിൾ ബെഡ്റൂമാണ് വരുന്നത്. ഇതിപ്പോൾ 8 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡബിൾ കോട്ടേജ് ആണ്. ശരിക്കും 2 ഫാമിലിയൊക്കെ ഒന്നിച്ച് വരുവാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ലാറിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെപ്റ്റംബറിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് സീസൺ അനുസരിച്ച് എന്തായാലും വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഡിസ്കൗണ്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു 330ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പം, താഴേക്കെന്നല്ല എഴുത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മൗണ്ടൻ വ്യൂ ആണ് വരുന്നത്. പിന്നെ ഇത് അടുത്ത ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ വാഷ്റൂം ഉണ്ട് ഈ ഭാഗത്തായിട്ട്. ഇപ്പോൾ ഒരു ഫാമിലിക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 180 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അത് വലിയ മോശമില്ലാത്ത റേറ്റ് തന്നെയായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ഔട്ട് സൈഡിലെ വ്യൂ വരുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മാസം ആയിരുന്നിട്ട് കൂടി ഒരു 10 ഡിഗ്രിയൊക്കെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അടുത്ത് ശരിക്കും നമ്മുടെ ഗുദൗരിയിൽ കാണാനുള്ള മെയിൻ ഏരിയാസ് വരുന്നത് ഇവിടെ ഒരു റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ഉണ്ട്, അത് കാണാം. പിന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. അതൊരു പർട്ടിക്കുലർ ഏരിയ ആണ്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ട്രൈ ചെയ്യാം. നമ്മളിവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് ഒരു ടീം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് 250 ലാറിയാണ് ചാർജ് വരുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇപ്പം ഈ കാണുന്ന 2 വലിയ മൗണ്ടെയ്ൻസിൻ്റെ ഇടയ്ക്കൂടെയാണ് ഫ്ലൈ ചെയ്ത് തിരിച്ചു വരുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് കാണാനാണ്. അവിടെയും അത്യാവശ്യം കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം തന്നെ അവിടേക്കുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഈ മൗണ്ടെയിൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ള കുത്തു പോലെ കാണാൻ പറ്റും. നമുക്ക് ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവുക, അത് ചെമ്മരിയാടുകൾ ഇങ്ങനെ മേയാൻ നിൽക്കുന്നതാണ്. ദൂരെ നോക്കുമ്പോൾ അതിന് അനക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഈ വെള്ള കുത്തുകളെന്ന് തോന്നും. നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. അസാധ്യ ഭംഗിയാണ് ഈ ഒരു മോണുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിലൊക്കെ നിറയെ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു കോമ്പൗണ്ട് പോലെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്ന ഒരു 5 ലാറിയാണ് ചാർജ് വരുന്നത്. വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളവർ അകത്ത് കയറ്റി പാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ട് നടന്നിട്ട് വരേണ്ടി വരും. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസും പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുന്നതിന് മുന്നേ നമുക്ക് ഈ മോണുമെൻറ്റും അതിൻ്റെ താഴ്ഭാഗത്തുള്ള പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം.
1983 റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് റഷ്യ ജോർജിയയുടെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ മ്യൂറൽ പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആർച്ച് പോലെ കാണുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഫെൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ശരിക്കും താഴേക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. അവിടെ ഇങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് താഴത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ മൗണ്ടെയ്ൻസിൽ ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കഴിഞ്ഞാൽ റഷ്യയുടെ ബോർഡറാണ് വരുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള വ്യൂ ആണ്. പക്ഷേ നന്നായിട്ട് തണുപ്പുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ചായ കുടിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഇതിൻ്റെ നേരെ താഴേക്ക് തന്നെ കുറേയധികം ഈ ഫുഡ് സെല്ലേഴ്സ്, പിന്നെ അതുപോലെ ബാറ്, പിന്നെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, പിന്നെ കോഡ് ബൈക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അതൊക്കെ ചെയ്യാം ഇവിടെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് കസ്ബെഗിൽ 1 ഡേ മാത്രമേ സ്റ്റേ ഉള്ളൂ. അവിടെയും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനും ഉണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഈ ഒരു സെല്ലേഴ്സിൻ്റെ ഏരിയയിലൊക്കെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ചായ കുടി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേഗത്തിൽ തന്നെ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. ശരിക്കും ഗുദൗരിയും കസ്ബെഗിയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടൈസിയും തിബിലിസിയൊക്കെ നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ കൂടുതലെടുത്ത് റിലാക്സ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിന് പകരം ഇവിടുത്തെ ഡേയ്സ് കൂട്ടിയെടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നവരൊക്കെ വേണമെങ്കിൽ ടൈം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ശരിക്കും കസ്ബെഗി ഗുദൗരിയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇവിടുന്ന് ഹോഴ്സ് റൈഡിങ്ങും അതുപോലെ ഈ കോഡ് ബൈക്കുകളൊക്കെ നമുക്ക് എടുത്ത് പോവാം. ഇപ്പോൾ ചെറിയ ബൈക്കൊക്കെ വരികയാണെങ്കിൽ 15 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് 70 ലാറിയാണ് വരുന്നത്. ഈ ബഗ്ഗി പോലുള്ളതാണെങ്കിൽ അതിന് 100 ലാറിയാണ് വരുന്നത്. പിന്നെ ബാക്കിലായിട്ട് കുറച്ച് ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്. ആ ജീപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഈ മൗണ്ടെയിനിൽ പോയിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്നതിന് ഏകദേശം 1 ഹവറാണ് എടുക്കുക. അതിന് 500 ലാറിയാണ് ചാർജ് വരുന്നത്. അത്യാവശ്യം സ്നാക്സുകളും പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സുകളും ജ്യൂസുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ പിന്നെ തണുപ്പിനെ അതിജീവിക്കാൻ പാകത്തിന് കുറച്ച് ചൂടായിട്ടുള്ള കോണ്, കോഫി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുവിധം എല്ലായിടത്തും ഇങ്ങനെ പല കളറിലുള്ള ഹണി വാങ്ങാനിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കോയിൻസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ടോയ്ലറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് നമ്മൾ കോയിൻസ് കൊടുത്തിട്ടാണ് യൂസ് ചെയ്യേണ്ടി വരാറ്. ഇനി നമ്മുടെ യാത്ര നേരെ കസ്ബെഗിയിലേക്കാണ്. അപ്പോൾ കസ്ബെഗിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.